തൃക്കൺ പാർക്കുവാൻ ഒരു തങ്കത്താലത്തിൽ പൂക്കളുമായി. വൈക്കത്തപ്പന് സമർപ്പിക്കാൻ തങ്കത്താലത്തിൽ പൂക്കളുമായിട്ട് പോവാണ്. എന്നിട്ട് എന്താണ് സമർപ്പിക്കുക? പൂക്കൾ സമർപ്പിക്കും. തങ്കത്താലം തിരിച്ചും കൊണ്ടുവരും. അപ്പൊ പിന്നെ എന്തിനാ തങ്കത്താലത്തിൽ കൊണ്ടുപോയത്? തങ്കത്താലത്തിൽ എന്തിനാ കൊണ്ടുപോയത്? ഈ തങ്കത്താലം പൂക്കൾക്ക് നമ്മൾ കൊടുത്ത ഭവ്യതയാണ്, പൂക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമാണ്. ഭഗവാന് സമർപ്പിക്കാനുള്ള പൂക്കളെ തങ്കത്താലത്തിലാണ് നാം എടുക്കുന്നത്. അത് ആ സമർപ്പിത വസ്തുവിന് നാം കൊടുത്ത ബഹുമാനമാണ്. ആ ഭാവഭവ്യതയാണ് വേണ്ടത്, സമർപ്പണ ഭാവമാണ് വേണ്ടത്. അപ്പോ ഭഗവാന് കൈക്കൂലി കൊടുക്കലാണോ വഴിപാട്? അല്ല. പിന്നെ എന്താണ്? നമ്മുടെ ആത്മസമർപ്പണമാണ്. ഒരു അച്ഛൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി മുട്ടായിയോ ലഡുവോ മധുരപലഹാരമോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഏറ്റവും ചെറിയ കുട്ടിയുടെ കയ്യിലേക്ക് ഇതെല്ലാം കൊടുക്കുകയാണ്. അപ്പൊ ആ കുട്ടി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇത് അച്ഛന് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അച്ഛൻ എന്താ ഉണ്ടാവുക? സന്തോഷം ഉണ്ടാവും അല്ലെ? അതോ അച്ഛൻ പറയോ ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, പിന്നെ നീ എനിക്ക് തരണോന്ന് അച്ഛൻ ചോദിക്കൂ? അങ്ങനെ ചോദിക്കില്ലല്ലോ. അപ്പൊ അതുപോലെയാണ് ഭഗവാൻ. ഇതെല്ലാം എന്റെ അല്ലേ, പിന്നെ നീ എനിക്ക് തരണമെന്ന് ഭഗവാൻ ചോദിക്കൂല. ആ കൊച്ചുകുട്ടി എങ്ങനെയാണോ അച്ഛന് കൊടുക്കുന്നത് അതേ ഭാവഭവ്യതയോടുകൂടി നാം സമർപ്പിക്കുന്നത് ഭഗവാന്റെ തന്നെയാണ്. സമർപ്പിക്കുന്നത് നമ്മളും ഭഗവാന്റെ തന്നെയാണ്. സമർപ്പിക്കുന്ന വസ്തു മാത്രമല്ല, സമർപ്പിക്കുന്നവനും ഭഗവാന്റെ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ അവിടെ സ്വീകരിക്കുന്നത് ആ വസ്തുവിന്റെ ഭൗതിക മൂല്യത്തെയല്ല, സമർപ്പിക്കുന്നവന്റെ ഭാവത്തെയാണ്. ഭാവഗ്രാഹി ജനാർദ്ദന, ഭാവത്തെ ഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. ഈ സമർപ്പണമാണ് രണ്ടാമത്തെ പൂജ. ഒന്നാമത്തെ പൂജ അഭിഗമനം എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് ഉപാദാനം എന്ന് പറഞ്ഞത് ഈ സമർപ്പണമാണ്. അത് എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കുക? ഏതെങ്കിലും രൂപത്തില് അത് നിർവഹിക്കണം. അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് കൂവളത്തലകൾ കൊണ്ടുവന്നാല്, ശിവക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കൂവളത്തല കൊണ്ടുവന്ന് അത് സമർപ്പിച്ചാൽ ഉപാദാനമായി. വരുമ്പോ വഴിപാട് കൗണ്ടറിൽ പോയി ഒരു നെയ്വിളക്ക് റിസീറ്റ് ചെയ്യുമ്പോൾ ഉപാദാനമായി. ഭണ്ഡാരത്തിൽ ഒരു കാണിക്ക സമർപ്പിക്കുമ്പോൾ ഉപാദാനമായി. തിരുമേനിക്ക് തീർത്ഥ ദക്ഷിണ സമർപ്പിക്കുമ്പോൾ ഉപാദാനമായി. ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമ്പോൾ ഉപാദാനമായി. ക്ഷേത്ര പ്രവർത്തനത്തിൽ നമ്മുടെ മനുഷ്യ പ്രയത്നം, നമ്മുടെ സേവനം അർപ്പിക്കുമ്പോൾ ഉപാദാനമായി. ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ശക്തിക്കനുസരിച്ച് ഉള്ള സമർപ്പണം ചെയ്യണം. ആ സമർപ്പണം ഭവ്യതയോടുകൂടിയാവണം. ആ ഭാവഭവ്യതയെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. വാസ്തവത്തില് നമ്മൾ സമർപ്പിക്കുന്നത് എന്തും, പണമാകട്ടെ, ദ്രവ്യമാകട്ടെ, പ്രയത്നമാകട്ടെ, എന്തും നമ്മുടെ മനുഷ്യ പ്രയത്നം കൊണ്ടുണ്ടാവുന്നതാണല്ലോ. പണം എന്ന് പറയുന്നത് നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാവുന്നതല്ലേ. നമ്മുടെ പ്രയത്നം എന്ന് പറയുന്നത് നമ്മുടെ ഊർജത്തിന്റെ രൂപാന്തരമല്ലേ. നമ്മുടെ ഊർജം എന്ന് പറയുന്നത് നമ്മുടെ ഒരംശമല്ലേ. അപ്പോൾ നമ്മുടെ ഒരംശത്തെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അഗ്നിയിലേക്ക് ഇടുന്നത് എന്തും അഗ്നിയായി മാറുന്നത് പോലെ ഭഗവാനിലേക്ക് അർപ്പിക്കുന്നത് എന്തും ഭഗവാനായി മാറുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ ഒരംശത്തെ ഭഗവാനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉപാദാനം. ഒരു നാണയത്തോട്ട് നാം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുമ്പോൾ, ഒരു വിളക്ക് നടയിൽ കത്തിച്ചു വെക്കുമ്പോൾ, ക്ഷേത്രത്തിലേക്ക് നാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അർപ്പണം നിർവഹിക്കുമ്പോൾ നമ്മുടെ ഒരംശത്തെ ഈശ്വരനാക്കി മാറ്റുന്ന വിശിഷ്ടമായ പ്രക്രിയയാണ് നാം നിർവഹിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്ഷേത്രപൂജയായ, ക്ഷേത്ര ദർശനത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ഉപാദാനം എന്ന പൂജ. അപ്പോൾ അഭിഗമനം എന്ന ഒന്നാമത്തെ പൂജ പറഞ്ഞു, ഉപാദാനം എന്ന രണ്ടാമത്തെ പൂജ പറഞ്ഞു. ഇനി ക്ഷേത്ര ദർശനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം